ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഡയറക്ടറായ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിൽ ആദായ നികുതി പരിശോധന. ഒറ്റ രാത്രി കൊണ്ട് ബാങ്കിലെത്തിയത് 500 കോടി രൂപ. വിവരങ്ങളുമായി എം സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ്, വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ റെയ്ഡ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും. സൗമ്യ, അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിന് 190 ബ്രാഞ്ചുകളുണ്ട്. പ്രധാന ഒരു ബാങ്കാണ് അഹമ്മദാബാദ്. ഏറ്റവും വലിയ ജില്ലാ സഹകരണ ബാങ്കുകളിൽ ഒന്നാണത്. ഇതിന് 190 ശാഖകളിൽ ആശ്രമം റോഡിലെ പ്രധാന കേന്ദ്രത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏറ്റവും ഈ ബാങ്കിൽ നോട്ട് നിരോധനം വന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വൻതോതിലുള്ള നിക്ഷേപം ഉണ്ടായി എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നത്. ഈ നിക്ഷേപത്തിന് എത്തിയവരുടെ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ബാങ്കിലെ രേഖകളുമെല്ലാം തന്നെ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഗുജറാത്തിൽ 18 ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്. ഇതിൽ 17 ജില്ലാ സഹകരണ ബാങ്കുകളും BJPയുടെ നിയന്ത്രണത്തിലാണ്. നേരത്തെ കോൺഗ്രസ് ആണ് ഈ ബാങ്കുകൾ ഭരിച്ചിരുന്നത്. പിന്നീട് അന്ന് അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ജില്ലാ സഹകരണ ബാങ്കുകളിലെല്ലാം തന്നെയും BJP പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഈ അഹമ്മദാബാദിൽ ഉൾപ്പെടെയുള്ള ജില്ലാ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ ഈ 18 ജില്ലാ സഹകരണ ബാങ്കുകളിലും കള്ളപ്പണ നിക്ഷേപം ഉണ്ടായി എന്നുള്ള വിവരം ആദായ നികുതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയും നടന്നു വരികയാണ്. ഏതായാലും ഇപ്പോൾ അമിത്ഷാ തന്നെ, BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തന്നെ ഡയറക്ടറായ ഒരു ബാങ്കിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടന്നു വന്നിരുന്നത്. BJP നേതൃത്വം, പ്രത്യേകിച്ചും കേരളത്തിലെ BJP നേതൃത്വം ഉൾപ്പെടെ ആരോപിക്കുന്നത് കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളിലും അല്ലെങ്കിൽ പ്രാഥമിക സഹകരണ ബാങ്കുകളിലും കള്ളപ്പണ നിക്ഷേപമുണ്ട് എന്നുള്ള ആരോപണം ഉയർത്തിയിരുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് BJP ദേശീയ അധ്യക്ഷൻ ഡയറക്ടറായ അഹമ്മദാബാദിലെ ജില്ലാ സഹകരണ ബാങ്കിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 500 കോടി രൂപ ഈ നോട്ട് നിരോധനം വന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ നിക്ഷേപമുണ്ടായി എന്നാണ് ആദായ നികുതി വകുപ്പിന് ലഭിച്ചിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സംശയമുള്ള ജില്ലാ സഹകരണ ബാങ്കുകളിലും അക്കൗണ്ടുകളും നിക്ഷേപകരുടെ വിവരങ്ങളും പരിശോധിക്കാൻ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശവുമുണ്ട്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിന്റെ ആശ്രമം റോഡിലെ പ്രധാന കേന്ദ്രത്തിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. സൗമ്യ, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.